ഈ ലോകത്ത് ഏറ്റവും സുഭിക്ഷവും സന്തോഷവുമായി ജീവിക്കുന്നത് ആത്മീയത കൊണ്ട് നടന്ന് തട്ടിക്കുന്നവരാണ്. ആ തട്ടിക്കുന്നത് രണ്ടാവശ്യങ്ങൾക്കാണ്. ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് അധികാരത്തിനാണ്. അതിനുവേണ്ടി തേണ്ട ഹിന്ദുവിനെ രക്ഷിക്കാം, മുസ്ലിമിനെ രക്ഷിക്കാം, ക്രിസ്ത്യാനിക്ക് വേണ്ടി ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ട് ചുവന്നുകൊണ്ട് നടക്കുന്നവരുണ്ട്. പണ്ടത്തെ കാലത്ത് അതൊക്കെ കേവലം അറിവില്ലായ്മയുടെ ആവേശമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. അത് നടത്തുന്നതിന് അവർക്കൊക്കെ ഫണ്ടുണ്ട്, കാശുണ്ട്, ലക്ഷങ്ങൾ നൽകാൻ ആളുകളുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും കാസയൊക്കെ ഒരു ധർണ നടത്തുന്നു, മറ്റേ നടത്തുന്നു, അവരുടെ പോക്കറ്റിൽ നിന്ന് അവരുടെ പോക്കറ്റൊന്നും എടുക്കണ്ട. എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുടെ ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകളെ തമ്മിലുള്ള തമ്മിലടിയുടെ ഓഡിയോ ക്ലിപ്പുകൾ പലതും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്, വ്യത്യസ്ത തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ. അപ്പോൾ അതിൽ തന്നെ കാശ് കൈമാറ്റമാണ് ഒരു പ്രധാന വിഷയം. നീ മറ്റേത് തന്നത് എനിക്ക് തന്നില്ലല്ലോ, അവർ തന്ന അങ്ങോട്ട് തന്നല്ലോ, ഇവർ തന്നത് എന്തേ പങ്കുവെക്കാത്തത്, അങ്ങനെ വ്യത്യസ്ത ആളുകളുടെ പങ്കുവെപ്പിൻ്റെ ഇടമാണ്. ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് ഈ ആത്മീയവാദികളും. നമ്മളീ പറയുന്ന ആത്മീയതയുടെ അടയാളങ്ങളുമായി മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും ഹിന്ദുവിൽ അങ്ങനെയുള്ള തട്ടിപ്പ് വേറൊരു രൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ തുടരുന്നൊരു കാലത്ത് വളരെ സവിശേഷമായൊരു വീഡിയോ കണ്ടു. ഇത് കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിൽ പണ്ടൊരാൾ പ്രവാചകനായ മുത്തുനബി വന്ന് മുത്തം വെച്ചതും ഇനി ഗൂഗിൾ പേയും വാട്സപ്പും ഉപയോഗിക്കേണ്ട, ആളുകൾ നിൻ്റെ അടുത്ത് വന്ന് നിനക്ക് ആ സ്ഥലവും വീടും വാങ്ങിക്കാനുള്ള കാശ് തരും എന്നൊക്കെ പറഞ്ഞതും ഇന്നോവയുടെ താക്കോല് കൈമാറുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ്. പണ്ടിത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ കുറവായിരുന്നു. ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു സംഗതി ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. ഒന്ന് കേൾക്കാം. എന്നെ മുറി വന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. കേട്ടല്ലോ, ഇതെന്താ സംഗതി? കർത്താവ് പുള്ളിയുടെ മുറിയിൽ വന്ന് സംസാരിച്ചത് പുള്ളി റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക. അടിപൊളിയേ പുതിയ പുതിയ വെറൈറ്റികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ഒരു ഫോൺ നമ്പറിൽ വന്നു, അത് ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. ആ റെക്കോർഡ് ചെയ്ത് വെച്ചത് കേട്ടതാ. ഈ സംഭാഷണത്തിൻ്റെ ശൈലി കേട്ടാൽ ആ വീഡിയോയിൽ പുറത്തുവിട്ട ആ ഒരു അനുജൻ, ഞാൻ കേട്ട വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ കർത്താവ് ഒരു കോട്ടയംകാരനോ അല്ലെങ്കിൽ മലയാള ഭാഷ അറിയാവുന്ന ആളോ മലയാളം സംസാരിക്കുന്ന ആളോ ഒക്കെ ആയി തോന്നിപ്പോകും. എന്ന് മാത്രമല്ല, കർത്താവിന് ഈ പാസ്റ്ററുടെ നമ്പറും കയ്യിലുണ്ടായിരുന്നു. കർത്താവ് വിളിച്ച നമ്പർ പുള്ളി പുറത്തു വിട്ടിട്ടില്ല. കാരണം പുറത്തു വിട്ടാൽ ഈ ഇരിക്കുന്നവരെല്ലാവരും കർത്താവിനെ നേരിട്ട് വിളിക്കാൻ തുടങ്ങിയാൽ പുള്ളിക്കൊരു പ്രയോജനമില്ലാതെ വരും. പിന്നെ കർത്താവ് റോമിങ്ങിലാണോ വിളിച്ചത്, ഇൻ്റർനാഷണൽ കോളാണോ, ഏത് നമ്പറാണെന്നുള്ളതും, അത് ഏത് കമ്പനിയുടെ നമ്പറാണെങ്കിൽ ആ കമ്പനിക്ക് വലിയ പ്രയോജനമായിരിക്കും. കാരണം കർത്താവ് ഉപയോഗിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു വിശുദ്ധമായ നമ്പറായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ചർച്ചയുടെ തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടാവും. എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ചല്ല പരാതി, ഇദ്ദേഹം ഉപജീവന മാർഗത്തിന് വേണ്ടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ മുമ്പിലിരുന്ന് നിലവിളിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടില്ലേ? ഓ എന്തൊരു സുഖം! പണ്ടേ നമ്മളീ പറയത്തില്ലേ, പൈൽസിൻ്റെ അസുഖമുള്ളവർ തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അങ്ങ് സൂചിച്ച് മുമ്പിൽ ഇരിക്കുന്നവർക്ക് ഒരു ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക. എന്ത് കേട്ട്? കർത്താവ് പറഞ്ഞത് കേട്ട്. കർത്താവ് ആരോടാ പറഞ്ഞത്? പാസ്റ്ററിനോട്. പാസ്റ്റർ എന്തോ ചെയ്തു? അത് സേവ് ചെയ്ത് വെച്ചു. ഇതാണ് സംഗതി. ഇവരുടെ ഇനത്തിൽ വരുന്ന കുറേ ആളുകളാണ് ഈ മതവിദ്വേഷവുമായി പല രാജ്യങ്ങളിൽ നിന്നും പല രൂപത്തിൽ ഈ ലോഹ കേട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഇവരുടെ വിശ്വാസത്തിൽ തന്നെ വിശ്വാസമില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ആരായിരിക്കുമെന്ന് വെച്ചാൽ, അവരവർ വിശ്വസിക്കുന്ന പടച്ചതമ്പുരാനിലോ കർത്താവിലോ ദൈവത്തിലോ വിശ്വാസമില്ലാത്തവരാണ്. കാരണം അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ കർത്താവിനെ തന്നെ വിൽക്കുമോ, അല്ലെങ്കിൽ പടച്ചതമ്പുരാനെ തന്നെ വിൽക്കുമോ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ വിൽക്കുമോ? ഇതിപ്പോൾ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഉണ്ട്. ഭയങ്കര രസമാണ്. ഇത്തരം ആളുകളൊക്കെ പറയുന്നത് അവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേർക്കേ സ്വർഗ്ഗമുള്ളൂ. അപ്പോൾ ഈ വിശാലമായ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ചില സംഘടനക്കാർക്കും ചില ആളുകൾക്കും ഉള്ളതാണ്. അവരുടെ സംഘടനയാണ് വിശ്വാസം അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ. അതിന് പുറത്തു പോകുന്നവർ സംഘടനയിൽ നിന്ന് പുറത്തു പോയെന്നല്ല അർത്ഥം, മതത്തിൽ നിന്ന് പുറത്തു പോയെന്നാണ്. ഏതായാലും കർത്താവ് വിളിച്ച് പറഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ രോഗമൊന്നും മാറില്ല. ഇനി കർത്താവ് വിളിച്ചു പറഞ്ഞ വേറെ കാര്യങ്ങളുമായിട്ട് ഇദ്ദേഹം രംഗത്ത് വരും. കാരണം ഈ ഹല്ലേലൂയ പാടാൻ ആളിരിക്കുന്നിടത്തോളം കാലം പുറത്തു വരും. പണ്ട് നിരോധിച്ച കഞ്ചാവും കറുപ്പും ഇപ്പോഴും വിപണിയിൽ കിട്ടുന്നത് പോലെ.